2024 മൊത്തത്തിൽ മോളിവുഡിന് പൊളി മൂടാണ്. കൂടെ അംബാനി വൈബും. കൊല്ലം അവസാനിക്കാറായിട്ടും മലയാളം സിനിമകളുടെ കുതിപ്പിന് യാതൊരു കുറവുമില്ല. ക്രിസ്മസ് റിലീസിനെത്തിയ സിനിമകളും ബോക്സ് ഓഫീസിന് തീയിടുകയാണ്. ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ, വമ്പൻ താരനിരയുമായി എത്തിയ ആഷിഖ് കപൂറിൻ്റെ റൈഫിൾ ക്ലബ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ എക്സ്ട്രാ ഡീസൻ്റ് അഥവാ ED. 3 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടികൾ വാരിയെന്ന് നോക്കാം. 7 വർഷം മുമ്പ് പുറത്തിറങ്ങിയ മായാനദി എന്ന എക്കാലത്തെയും മികച്ച സിനിമയ്ക്ക് ശേഷം ആഷിഖ് കപൂർ, ശ്യാം പുഷ്കരൻ ടീം ഒന്നിച്ച ആക്ഷൻ ത്രില്ലറാണ് റൈഫിൾ ക്ലബ്. ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയുടെ സംവിധാനവും സിനിമാറ്റോഗ്രഫിയും ആഷിഖ് കപൂർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും ഒരു റെട്രോ സ്റ്റൈലിലെത്തിയ സിനിമയിലെ കഥ പറയുന്നത് തോക്കുകളാണ്. വയനാട്ടിലെ ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് ഗൺ പരിശീലനത്തിനെത്തുന്ന സിനിമാ താരവും പുറകെ വരുന്ന പ്രതിസന്ധികളുമാണ് സിനിമയുടെ പ്ലോട്ട്. വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്, വിഷ്ണു അഗസ്ത്യ, ഹനുമാൻ കൈൻഡ്, വിനീത് കുമാർ, സുരേഷ് കൃഷ്ണ, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി, പ്രശാന്ത് മുരളി, സെന്ന ഹെഗ്ഡെ തുടങ്ങി നീണ്ട താരനിരയാണ് റൈഫിൾ ക്ലബ്ബിൽ തോക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നത്. ഇക്കഴിഞ്ഞ 19-ന് റിലീസിനെത്തിയ സിനിമ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ്. ബോക്സ് ഓഫീസിലും മോശമല്ലാത്ത കളക്ഷനാണ് സിനിമ നേടുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസിനെത്തിയ 5 ദിവസം പിന്നിടുമ്പോൾ 10.83 കോടിയാണ് റൈഫിൾ ക്ലബ്ബ് ആഗോളതലത്തിൽ കൈക്കലാക്കിയത്. മികച്ച കളക്ഷനൊപ്പം സിനിമയിലെ ദിലീഷ് പോത്തൻ, ഹനുമാൻ കൈൻഡ്, വിഷ്ണു അഗസ്ത്യ, വാണി വിശ്വനാഥ് തുടങ്ങിയവരുടെ പെർഫോമൻസുകളും പ്രശംസ നേടുന്നുണ്ട്. പാൻ ഇന്ത്യൻ ലെവലിലായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ റിലീസിനെത്തിയത്. മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ മലയാളം എന്ന ടാഗ് ലൈനോടുകൂടി എത്തിയ സിനിമ വയലൻസിൻ്റെ അതിപ്രസരത്താൽ പ്രേക്ഷകരുടെ ശ്രദ്ധയാകെ ആകർഷിക്കുകയായിരുന്നു. അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് സത്യമാണെന്ന അഭിപ്രായങ്ങൾ വന്നതോടെ ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരുകയായിരുന്നു. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായ മാർക്കോ ഇപ്പോൾ താരത്തിൻ്റെ എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓപ്പണിംഗ് ഡേയിൽ 11 കോടിയോളം ആഗോള കളക്ഷൻ നേടിയ മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഗംഭീര മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. റിലീസിനെത്തി 4 ദിവസം പിന്നിടുമ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗോള കളക്ഷനായി 40 കോടിയോളം രൂപയാണ് മാർക്കോ കൈപ്പിടിയിലൊതുക്കിയത്. അടുത്ത ദിവസങ്ങളിലും കളക്ഷൻ ഈ നിലയിൽ ഉയർത്തിയാൽ മാർക്കോ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാണ്. ഇതോടെ ഏതൊക്കെ വമ്പന്മാർ വീഴുമെന്നതിലാണ് സിനിമാ പ്രേമികളുടെ ആകാംക്ഷ. മാർക്കോയോടെ ഉണ്ണി മുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആകുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ റോളിലെത്തിയപ്പോൾ സിദ്ദിഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, ആൻസൺ പോൾ, യുക്തി തരേജ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആക്ഷൻ ചിത്രങ്ങൾക്കൊപ്പം തിയേറ്ററിലെത്തിയ സുരാജ് വെഞ്ഞാറമൂട് ചിത്രം EDക്കും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. അസാധാരണ സ്വഭാവമുള്ള ബിനു എന്ന കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിച്ച ഒരു ഡാർക്ക് ഹ്യൂമർ ചിത്രമാണ് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ED അഥവാ എക്സ്ട്രാ ഡീസൻറ്റ്. സുരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ EDയെ വിശേഷിപ്പിക്കുന്നത്. ഒന്നിലധികം ഗെറ്റപ്പുകളിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സുരാജ് മാനറിസങ്ങൾ കൊണ്ട് ഞെട്ടിച്ചുവെന്നും ഷെമ്മിക്കും മുകുന്ദനുണ്ടിക്കുമൊപ്പം മലയാളത്തിലെ എക്സ്ട്രാ സൈക്കോയായി ഇനി ബിനുവും ഉണ്ടാകുമെന്നും സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കളക്ഷനിൽ പ്രതിഫലിച്ചില്ലെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസിനെത്തി 4 ദിവസം പിന്നിടുമ്പോൾ 2 കോടിയോളം രൂപ മാത്രമാണ് EDയുടെ ആഗോള കളക്ഷൻ. സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം ഗ്രേസ് ആന്റണി, ശ്യാം മോഹൻ, വിനയ പ്രസാദ്, സുധീർ കരമന, റാഫി, ദിൽന, പ്രശാന്ത് അലക്സാണ്ടർ, സജിൻ ചെറുകയിൽ, വിനീത് തട്ടിൽ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. തിയേറ്ററിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കവേ മോഹൻലാലിൻ്റെ സംവിധാനം അരങ്ങേറിയ ചിത്രമായ ബറോസും നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. 3Dയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ സംവിധാനത്തിനൊപ്പം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിൻ്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയത്. ക്രിസ്മസ് റിലീസായി എത്തിയ മാർക്കോയും റൈഫിൾ ക്ലബ്ബും ബോക്സ് ഓഫീസിൽ കത്തി നിൽക്കുമ്പോൾ ഇനി എത്തുന്ന ബറോസ് എന്ത് വിസ്മയമാണ് കാണിക്കുക എന്നറിയാനാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്.